ഈ മൂന്നാം LDF സർക്കാർ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയൊന്നും നമുക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാറുണ്ടായിരുന്നില്ല, ഒരു തുടർ ഭരണം എന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ ഇപ്പോൾ വീണ്ടും ശക്തമായി തന്നെ LDF പറയുന്നു വീണ്ടും LDF വരുമെന്ന്. അത്തരം ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? വലിയ തോതിലുള്ള സർക്കാരിനെതിരെയാണ് വാർത്തകൾ മുഴുവൻ വരുന്നത്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ 30 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് 17ലും LDF ജയിക്കുന്നു. അതിൻ്റെ മാജിക് എന്താണ്? കേരളത്തിലെ ജനങ്ങൾ LDF സർക്കാരിൻ്റെ ഭരണ നടപടികളുടെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരും ഇടതുപക്ഷം വരണം, ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് ഒരു തുടർച്ച സാധ്യമാകും എന്ന കാര്യത്തിൽ ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് യാതൊരു സംശയമില്ല. അത് മൂന്നാം പിണറായി സർക്കാർ, ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ നയിക്കുക? ഞാൻ ഇനി വാക്ക് ആവർത്തിക്കേണ്ടതില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൽ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. ആര് നേതൃത്വം നൽകണം എന്നുള്ളതൊക്കെ തീരുമാനം എടുക്കേണ്ടുന്നത് കേരളത്തിലെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണല്ലോ. പക്ഷേ ഞാൻ ഉറപ്പിച്ചുകൊണ്ടും പറയുന്നു, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് കേരളത്തിലൊരു തുടർച്ചയുണ്ടാവും.